ഹലോ വെൽക്കം ടു സ്വിസ് യാത്രകൾ. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ബാഴ്സലോണയിൽ വന്നിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളിതേ ഹോട്ടലിൽ ചെക്കിനൊക്കെ ചെയ്ത് നമ്മുടെ ലഗേജൊക്കെ വെച്ചിട്ട് നമ്മളിതേ ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയേക്കുവാണ് കേട്ടോ. നല്ലൊരു സ്ട്രീറ്റാണിത്, ഇഷ്ടംപോലെ ഷോപ്സും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു സ്ട്രീറ്റാണ്. അങ്ങനെ നമ്മൾ ഈ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ബ്രാൻഡ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ഓർണമെൻറ്റ്സിൻ്റെ ആണെങ്കിലും ഡ്രസ്സസ് ആണ്, ഷൂസ്, എല്ലാത്തിൻ്റെയും ഒരുപാട് ഷോപ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റ്സും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ പോകുന്ന വഴിയിലൊക്കെ ഒരുപാട് ഇന്ത്യൻസിനെ നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. ഇത്ര ഇന്ത്യൻസിനെ ഇവിടെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. ടൂറിസ്റ്റ് ആണോ അത് അവിടുത്തെ റെസിഡൻസ് ആണോ എന്നറിയില്ല. ഒരുപാട് ഇന്ത്യൻസിനെ നമ്മൾ പോകുന്ന വഴിയിലൊക്കെ നമുക്ക് കാണാൻ പറ്റി കേട്ടോ. അപ്പോൾ നമ്മളിതേ ഇപ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ ഒരു ടൂറിസ്റ്റ് അട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളതിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണേ. നമ്മളിപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സ്ട്രീറ്റിൻ്റെ പേര് റാംബ്ല എന്നാണ് കേട്ടോ. ലാ റാംബ്ല, അതായത് ബാർസലോണയിലെ ഭയങ്കര പ്രശസ്തമായിട്ടുള്ള ഒരു സ്ട്രീറ്റാണ് ഈ റാംബ്ല എന്ന് പറയുന്നത്. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. നല്ല വീതിയുള്ള ഒരു നടപ്പാതയാണ് ഇവിടെ ഉള്ളത്. അത് നടുക്കാണ് ഈ നടപ്പാത ഉള്ളത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഇരുവശങ്ങളിലുമാണ് റോഡ്, വണ്ടികൾക്ക് പോകാനുള്ള റോഡ്. ആ നടുക്ക് കൂടെ നമുക്ക് നടക്കാൻ പറ്റും. അതിൻ്റെ രണ്ട് സൈഡിലുമായിട്ടാണ് റോഡ് ഉള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് ഷോപ്സൊക്കെ നമ്മൾ ഈ പോകുന്ന വഴിയിലുണ്ട് കേട്ടോ. പൂക്കളുടെ ഷോപ്സ്, അതുപോലെ തന്നെ ഫുഡ്, അതുപോലെ തന്നെ കൈ കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ കുറേ കടകളും സംഭവങ്ങളൊക്കെ ഈ സ്ട്രീറ്റിലുണ്ട്. അപ്പോൾ നമ്മൾ പോയ സമയത്ത് അവിടെ എന്തൊക്കെയോ കുറേ പണിയൊക്കെ നടക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ ഒരു ഫുൾ ഭംഗിയിൽ നമുക്കങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത് കണ്ടോ, ഫ്ലവേഴ്സിൻ്റെ ഷോപ്പാണ് കേട്ടോ. ഒരുപാട് ഭംഗിയുള്ള ബൊക്കെയൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ ഇത് കാണാൻ. ഇവിടെ എപ്പോഴും നൈറ്റ് ആണെങ്കിലും പകലാണെങ്കിലും ഒക്കെ എപ്പോഴും ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. ഇപ്പം നമ്മൾ ഈ കണ്ടിരിക്കുന്ന ഈ സ്ഥലം ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫുഡ് മാർക്കറ്റാണേ. നീ പറഞ്ഞ സ്ഥലത്തോട്ട് കയറാൻ പോവുകയാണേ. ഇപ്പം നമ്മൾ വന്നിരിക്കുന്ന ഈ മാർക്കറ്റ് വേൾഡ് ഫേമസ് ആയിട്ടുള്ളൊരു മാർക്കറ്റാണ് കേട്ടോ. ബാർസലോണയിൽ വരുന്ന എല്ലാവരും വരുന്ന ഒരു മാർക്കറ്റാണിത്. അപ്പോൾ ഈ മാർക്കറ്റിൻ്റെ പേര് ലാ ബൊക്കേറിയ എന്നാണ് കേട്ടോ. അപ്പോൾ ബാർസലോണയിൽ ഭയങ്കര വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഈ മാർക്കറ്റിൽ എന്താ പറയുക, ഈ ലാ റാംബ്ല എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്ട്രീറ്റിൽ തന്നെയാണ് ഈ മാർക്കറ്റും ഉള്ളത് കേട്ടോ. അപ്പോൾ ബാഴ്സലോണയിലെ ഭക്ഷണ സംസ്കാരത്തിൻ്റെ ഹൃദയം എന്നാണ് ഈ മാർക്കറ്റ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ മാർക്കറ്റ് 13-ാം നൂറ്റാണ്ട് മുതൽ ഇവിടെ ഉണ്ട് എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു രീതിയിലായത് 19-ാം നൂറ്റാണ്ടിലാണ്. എന്നാലും 13-ാം നൂറ്റാണ്ട് മുതൽ ഈ മാർക്കറ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരുപാട് ഫ്രൂട്ട്സ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, സ്വീറ്റ്സ്, കടൽ വിഭവങ്ങൾ, സീ ഫുഡ്, ഒരുപാട് വെറൈറ്റി നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ മെയിനായിട്ട് ഇവിടെ ഉള്ളത് സ്പാനിഷുകാരുടെ മെയിൻ ഡിഷായിട്ടുള്ള ഹാമോൺ നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ പായേ, അങ്ങനത്തെ ഒക്കെ സ്പാനിഷ് ഫുഡാണ് കേട്ടോ. അതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ ഒരു അടിപൊളി വൈബാണ് കേട്ടോ. കുറേ അതുപോലെ സ്പാനിഷിൻ്റെ മെയിൻ സംഭവമാണ് തപ്പ. അപ്പോൾ ഈ തപ്പാസ് നമുക്കിവിടെ കിട്ടും. ജ്യൂസ്, ഫ്രഷ് ജ്യൂസുകൾ, നട്ട്സ്, ഇതെല്ലാം നമുക്കിവിടെ കിട്ടും കേട്ടോ. എനിക്ക് ഇഷ്ടമുള്ളത് വാങ്ങാം. ബാഴ്സലോണ പോകണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അമ്മ പറഞ്ഞൊരു മാർക്കറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ അതേ വന്ന പാടെ തന്നെ അമ്മ ഐസ്ക്രീമിലാണ് കയറി പിടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളത് ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി അവിടെ നിൽക്കുകയാണ് കേട്ടോ. ഒരുപാട് ഫ്ലേവേഴ്സും വെറൈറ്റിയും ഒക്കെ അവിടെ ഉണ്ട്. പിന്നെ ഫ്രൂട്ട്സ് ഇതേ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. കൊക്കോ ആൻഡ് മാംഗോ, കൊക്കോ ആൻഡ് മാംഗോ, ഇത് മാംഗോ, ഇതപ്പന്, ഇതെനിക്ക്. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. സൂപ്പർ ഫുഡിന്റെ സ്ഥലങ്ങളാണ്. ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വരുവാണെങ്കിൽ ഇത് മസ്റ്റാണ്. സൂപ്പർ സ്ഥലം. നമ്മളിപ്പോ ഒരു ഐസ്ക്രീം ഷോപ്പിന്റെ ഫ്രണ്ടിലാണ്. തണുപ്പത്ത് കഴിക്കാൻ പറ്റിയ സ്ഥലം. നല്ല തണുപ്പാണ്. താഴെ പോലെ
ഈ മാർക്കറ്റിൻ്റെ അകം ഒരു ഫുഡിൻ്റെ ലോകം തന്നെയാണ് കേട്ടോ. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഷോപ്സുകൾ കുറേ എത്ര എണ്ണം ഉണ്ടെന്ന് എനിക്കറിയില്ല. 100 കണക്കിന് ഷോപ്സ് ഉണ്ട് കേട്ടോ. കുഞ്ഞു കുഞ്ഞു ഇതുപോലത്തെ കുറേ ഷോപ്സ് ഉണ്ട്. അപ്പോൾ ഈ ഷോപ്സിൽ ഇതേ കുറേ ഫ്രൂട്ട്സൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, അത് നല്ല ഒരു പ്രസൻറ്റേഷനൊക്കെ നല്ല ഭംഗിയുണ്ടേ. ഇത് ഓയിസ്റ്റർ അല്ലേ? ഓയിസ്റ്റർ അല്ലേ? ഇവര് കുക്ക് ചെയ്ത് തരുമോ? മറ്റേന്ത് സാധനം അത്? ഓയിസ്റ്റർ നമുക്ക് മനസ്സിലായി. ബോൾ പോലെ ഇരിക്കുന്ന സംഭവം എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ അതിൻ്റെ പേര്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളതാണ് കേട്ടോ. ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്നതാണ് ഉള്ളിൽ ഒരു ഓറഞ്ച് കളറായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ അതിങ്ങനെ പച്ചയ്ക്ക് തന്നെയാണ് കുറച്ച് ലെമൺ ജ്യൂസൊക്കെ വെച്ചിട്ട് കേട്ടോ കൊടുക്കുന്നത്. ഈ ഷോപ്പിൽ ഫുള്ളും സീ ഫുഡാണ് കേട്ടോ. സീ ഫുഡിൻ്റെ പല വെറൈറ്റി സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഫ്രൈ ചെയ്ത സാധനങ്ങളുണ്ട്, അതുപോലെ തന്നെ ഫ്രഷായിട്ട് ഇങ്ങനെ പച്ചയ്ക്കുള്ള കുറേ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ഫുൾ സീ ഫുഡിൻ്റെ സാധനങ്ങളാണ് ഈ ഷോപ്പിൽ ഉള്ളത്. ഇത് മറ്റേ സ്ക്വിഡും അതുപോലെ തന്നെ നമ്മുടെ പ്രോൺസൊക്കെ ഇല്ലേ, അതിങ്ങനെ ഫ്രൈ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. എന്നിട്ട് അതങ്ങനെ കോലിലിങ്ങനെ കുത്തി വെച്ചേക്കുവാണ്. ഫ്രൈ ചെയ്ത സാധനമാണ്. അപ്പോൾ നമ്മളത് ഓർഡർ ചെയ്യുമ്പോൾ അവർ ചൂടാക്കി തരണം. ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. നമ്മൾ ചോദിക്കുമ്പോഴത്തേക്ക് അവരത് ചൂടാക്കി തരും. അപ്പോൾ ഇവിടെയും ഇങ്ങനെ ഓയിസ്റ്ററൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഓയിസ്റ്റർ ഒന്ന് ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്യും. സാധനം മനസ്സിലാക്കി നല്ല ചൂടുണ്ട്. അവർ ചൂടാക്കി തന്നതാണ്. കൊള്ളാം, കുഴപ്പമില്ല. ഇത് കഴിച്ചു നോക്കൂ. ഇപ്പം നമ്മൾ ഈ കാണുന്ന ഈ സാധനം ഉണ്ടല്ലോ, അത് ജാംബോൺ ആണ് കേട്ടോ. അതായത് പിഗിൻ്റെ കാല് അവരിങ്ങനെ ഉണക്കി വെച്ചേക്കുന്ന ഒരു സംഭവമാണ്. ഈ ജാംബോൺ നമ്മൾ ഹാം എന്നൊക്കെ പറയില്ലേ, ആ സെയിം സംഭവമാണ്. ജാംബോൺ നമ്മൾ ഫ്രഞ്ചിൽ പറയുന്നതാണ്. അപ്പോൾ അത് ഈ തൂക്കിയിട്ടേക്കുന്നത് കണ്ടോ, ഈ സാധനമാണ് കേട്ടോ. അപ്പോൾ അവർ അതിൻ്റെ എത്ര വർഷം പഴകുന്നു, അതുപോലെ തന്നെ ഏത് പിഗിൽ നിന്നാണ് എടുക്കുന്നത്, അതനുസരിച്ചിട്ടൊക്കെ അതിൻ്റെ വിലയ്ക്ക് വ്യത്യാസം വരും. വർഷങ്ങൾ കൂടുന്തോറും അതിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കും. എത്ര വർഷം ഉണക്കിയതാണെന്നനുസരിച്ചിട്ടിരിക്കും അതിൻ്റെ വില കൂടുന്നത്. അപ്പോൾ സ്പെയിനിൽ ഈ ജാംബോൺ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ലോക പ്രശസ്തമായിട്ടുള്ളൊരു ഫുഡാണ് ഈ സ്പെയിനിലെ ഈ ഹാം. ഈ ജാംബോൻ്റെ മാത്രമായിട്ടുള്ള ഒരുപാട് ഷോപ്സ് നമുക്ക് ഈ മാർക്കറ്റിൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ മാർക്കറ്റിൽ ടൂറിസ്റ്റുകൾ മാത്രമല്ല, അവിടുത്തെ ലോക്കൽ ആൾക്കാരും വരുന്ന ഒരു മാർക്കറ്റാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് സെർവ് ചെയ്യാന്ന് വെച്ചാൽ, ഇത് ഭയങ്കര സ്ലൈസ് ആക്കിയിട്ട് ഭയങ്കര നൈസായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് തരും. എന്നിട്ട് അത് അങ്ങനെ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. വേറെ അതിൻ്റെ കൂടെ പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിലും ആ സ്ലൈസസ് അങ്ങനെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ അതിനകത്ത് ഉപ്പാണ് ഇട്ടിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു ഉപ്പിൻ്റെ ടേസ്റ്റോട് കൂടെ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ആ സംഭവം. സ്ട്രോബെറി അമ്മ ഇതൊരു ഫ്രൂട്ട്സിൻ്റെ കടയാണ് കേട്ടോ. ഒരു പ്രസൻറ്റേഷനൊക്കെ കണ്ടോ, നല്ല രസമില്ലേ. അവർ ഭയങ്കര കളർഫുള്ളായിട്ട് അവരിങ്ങനെ ജ്യൂസാക്കി വെച്ചിട്ട് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആക്കി വെച്ചിട്ട് ഇങ്ങനെ ഐസിൽ തന്നെ വെച്ചേക്കുവാണ് കേട്ടോ. നല്ല രസമുണ്ട്. അതുപോലെ കട്ട് ഫ്രൂട്ട്സൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. അതുപോലെ നമ്മൾ കാണാത്ത കുറേ ഫ്രൂട്ട്സ് നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ ചക്ക നമ്മളിവിടെ കണ്ടു കേട്ടോ. നല്ല റേറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ചക്ക നമ്മളിവിടെ കണ്ടു. അപ്പോൾ ഓരോ ഷോപ്പിലും പല ഇയർ അനുസരിച്ചിട്ടുള്ള
അതുപോലെ തന്നെ ആ പിഗിൻ്റെ വെറൈറ്റി അനുസരിച്ചിട്ട് അങ്ങനെ പല റേറ്റിൽ നമുക്ക് ഈ ജാംബോൺ വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് അതിൻ്റെ കടയാണ്. ഇത് കണ്ടോ, പല ടൈപ്പിലുള്ളത് അവിടെ വെച്ചിട്ടുണ്ട്. ഒരു ഫുൾ ഓഫ് ടോപ്സ് ഉണ്ട് കണ്ടോ. അപ്പോൾ ഏത് കടയിൽ നിന്ന് വാങ്ങണം എന്നുള്ള കൺഫ്യൂഷനിൽ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ഈ കടയിൽ ഇങ്ങനെ കുറേ തൂക്കിയിട്ടിട്ടുണ്ട്. അങ്ങനെ ഫൈനലി നമ്മളിത് ഈ ഒരു കടയിലെത്തിയിട്ടുണ്ട് കേട്ടോ, ഇവിടെ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതൊരു 3 ഇയർ പഴക്കമുള്ള ഒരു ഹാമാണ് കേട്ടോ ഈ വെച്ചേക്കുന്നത്. അപ്പോൾ അവർ അരിയുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ, ഭയങ്കര സ്ലൈസായിട്ടാണ് അരിയുന്നത്. അപ്പോൾ നമുക്ക് എത്ര ഗ്രാം വേണം എന്ന് അവരോട് പറയുമ്പോൾ അവർ അത്രയും കറക്റ്റ് ഗ്രാം അരിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ റേറ്റ് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ വാങ്ങിയത് ഇതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 5 ഇയർ ആയ ഒരു ഹാമാണ്. അപ്പോൾ നമ്മൾ ഇതാണ് വാങ്ങിച്ചത് കേട്ടോ. പഴക്കമുള്ള സംഭവമാണിത്. പക്ഷെ എൻ്റെ മാമയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്താ വേറില്ല ഒട്ടും കൊള്ളൂല. അപ്പയ്ക്ക് ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞു. എങ്ങനെയാണോ ഇവിടെ നിൽക്കണേ? എന്താ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഇത്. അത് ഓക്കെ, കഴിച്ചു നോക്കൂ ഗൈസ്. 5 വർഷം പഴക്കമുള്ള നമ്മുടെ ഇറച്ചിയാണ് കേട്ടോ. പോർക്കാണ്. പോർക്കല്ലേ, ജാംബോൺ കണ്ടല്ലേ. ഇത് 11 യൂറോ ആണ് കേട്ടോ. നമ്മൾ 50 ഗ്രാമാണ് വാങ്ങിച്ചത്. എങ്ങനെയുണ്ട്? കഴിച്ചു നോക്ക്. ഇഷ്ടായില്ലേ? സൗമ്യ ആദ്യമായിട്ടല്ലേ കഴിക്കാൻ പോണത്? ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കാൻ പോണത്. മറ്റേ മറ്റെവിടെ നിന്ന് വാങ്ങുന്ന സാധനം ഞാൻ കഴിച്ചിട്ടുണ്ട്. ഓയിൽ കണ്ടോ? ഓയിലൊക്കെ നെയ്യ് കഴിക്കട്ടെ, നോക്കട്ടെ ടേസ്റ്റ് എങ്ങനെയുണ്ട്. എനിക്ക് ഇഷ്ടപ്പെടും ഉറപ്പാ. സൂപ്പർ അല്ലേ? കൊള്ളാം. 5 വർഷം അല്ലേ? അത് ഉപ്പിലിട്ട എന്തോ ട്രീറ്റ് ചെയ്തതാണ്. ഇത് കുക്ക് ചെയ്തിട്ടില്ല. ഉപ്പുണ്ട് ഇതിനകത്ത്, വേറെ സാധനമില്ല. ടേസ്റ്റ് ചെയ്യുമ്പോൾ അത് ഇതിന്റെ ലെഗ് പീസ് നീ വീഡിയോ എടുത്തിട്ടുണ്ടോ? ലെഗിന്റെ ഇതാ തൂങ്ങി കിടക്കുന്നതാണ്. എവിടെ കാണിച്ചു തരാം. ഈ ലെഗിന്റെ പീസിന് വെട്ടിത്തരുന്നതാണ്. ഇതാണ് ആ പീസ്. ഇത് നിലത്ത് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ മുറിച്ച് തരുന്നത്. നമ്മൾ ചോദിക്കണനുസരിച്ച് മുറിച്ച് തരും അവർ. ഇത് മുളകിൻ്റെ കടയാണോ എന്നറിയില്ല കേട്ടോ. ഇത് ഫുള്ള് മുളകുകളാണ്, പല വെറൈറ്റി മുളകുകളുണ്ട്. എത്രമാത്രം സ്പൈസി ആണെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല കേട്ടോ. ഇത് കണ്ടോ, നല്ല കളർഫുള്ളായിട്ടുള്ള ഒരുപാട് മുളകുകൾ അവിടെ ഉണ്ട്. ഷീച്ചേട്ടൻ എന്തേ ഞങ്ങളുടെ അടുത്തുനിന്ന് മാറി നിന്ന് കഴിക്കുക അവിടെ. ബോട്ടി നമ്മുടെ ഫുഡൊക്കെ പോണ തല എടുത്താൽ ചിലപ്പോ. പിന്നെ ഈ ഷോപ്പിൽ കൂടുതലും ഇങ്ങനെ ബേക്ക് ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് സ്പൈസി ആയിട്ടുള്ള സംഭവങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ അമ്മൂന് മറ്റേ സ്പൈറൽ പൊട്ടറ്റോ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ വന്നേക്കുവാണ് കേട്ടോ അത് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്കൊരു ഇത് തോന്നിയത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ എല്ലാം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ അവർ ജസ്റ്റ് ഓവനിൽ വെച്ചിട്ട് അതൊന്ന് ചൂടാക്കി തരിക കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു ഫ്രഷ് ടേസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് കഴിക്കുമ്പോൾ കിട്ടുന്നില്ല. ആ ഒരു അപ്പം തന്നെ ഉണ്ടാക്കി കഴിക്കുന്ന. ഇപ്പോൾ ചുറോസൊക്കെ ആണെങ്കിലും നമ്മൾ ചുറോസ് ഉണ്ടാക്കുന്ന അവിടെ നിന്ന് വാങ്ങിച്ച് കഴിക്കുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ്. ഇവിടെ എന്ന് വെച്ചാൽ അവരതെല്ലാം ചൂടാക്കിയിട്ടാണ് തരുന്നത്. അതിൻ്റെ ഒരു പ്രശ്നം നമുക്ക് കറക്റ്റ് ഫീൽ ചെയ്യും കേട്ടോ. എങ്ങനെയുണ്ട്? തണുത്തിരിപ്പുണ്ടോ? ഉണ്ടാക്കി വെക്കണതുകൊണ്ട് ഒരു സുഖമില്ല അല്ലേ, ഒരു ഫ്രഷ്നെസ് ഇല്ല അല്ലേ.
ഓയിസ്റ്റർ എന്താണെങ്കിലും ട്രൈ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ മനസ്സിനിങ്ങനെ ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഫൈനലി സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഓയിസ്റ്റർ വാങ്ങാൻ വേണ്ടിയിട്ട് ഈ ഷോപ്പിൽ വന്നേക്കുവാണേ. Hola, buenas, ostras, oyster. ഗായ്സ് ഞാൻ ഓൾറെഡി എടുത്തായിരുന്നു ക്ലോസപ്പ്. കഴിച്ചു കഴിക്ക് ഗായ്സ്. ഷീച്ചേട്ടൻ കഴിക്കാൻ പോവാണ്. ഒരെണ്ണം നിനക്കാ. എന്താണ് ഗായ്സ്? ഓയിസ്റ്റർ ആണ് ഗായ്സ്. എടുക്കാം. ഷീച്ചേട്ടൻ ഓൾറെഡി കഴിച്ചിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ട്രൈ ചെയ്യാൻ പോണേ. എങ്ങനെയുണ്ട്? എന്താ എന്താടോ എന്ത് പറ്റി? നല്ല ടേസ്റ്റ് ഉണ്ട്. തോണ്ടി വേണ്ട, ഇത് വെടിയിക്കണം. ഇവിടെ ഇങ്ങനെ ഒറ്റ പിടിച്ച് കിടക്കും. സത്യം പറഞ്ഞ എനിക്ക് ഉറപ്പാണ് കഴിക്കാൻ. പക്ഷെ എനിക്ക് ട്രൈ ചെയ്യണമെന്നുണ്ട്. എനിക്കത് കാണുമ്പോ നമ്മുടെ മൂക്കട്ട പോലെ കളി സമയാ. ഇങ്ങനെ എടുത്തിട്ട് മല കൊഴിച്ചാൽ മതി. ചേട്ടൻ കഴിച്ചതല്ലേ എന്താണ് കഴിക്കട്ടെ. ഒറ്റ കഴിക്കണ. ഞാൻ കഴിക്കാൻ പോവാണ്. ഞാൻ കഴിക്കാൻ നീ അവിടുന്നോ ഇളക്കിയോ? സൈഡിൽ കൂടെ മേത്താക്കല്ലേ, ഞാൻ ഒരു നാക്കിൽ കഴിക്കട്ടാ. കൊള്ളാമോ? ഇഷ്ടപ്പെട്ടാ? നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നാ കഴിച്ചു. ശരിക്കും എന്നാ കഴിച്ചോ. അടുത്ത കഴിച്ചോ. അടുത്തെടുത്തോ. അടുത്ത നീ പ്രിപ്പയർ ചെയ്തോ. അത് കുത്തി ഇളക്കൊന്നു. എന്റെ വെള്ളമൊക്കെ പോയി. ഇതിൽ കഴിക്കുകയാണെങ്കിൽ അത് നാരങ്ങ പോയത്. കുത്തി ഇളക്കി നല്ല. എടി നിനക്ക് ടേസ്റ്റ് ചെയ്യണോ? എടി നല്ല ടേസ്റ്റ് ഉണ്ട്. അമ്മു ടേസ്റ്റ് ചെയ്തോടി. ടേസ്റ്റ് ചെയ്തോ? മറ്റേ ഉപ്പിലിട്ട് നാരങ്ങയൊക്കെ തിന്നില്ലേ, ആ ഒരു ടേസ്റ്റാ. ശരിക്കും ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. വേണോ? നല്ല ടേസ്റ്റ് ഉണ്ട്. മറ്റേ പുള്ളി പറയൂലേ രതീഷ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഗായ്സ് നിങ്ങൾ കഴിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കഴിക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട് ശരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാം കാലിയായിരിക്കാണ് ഗൈസ്. ഫുള്ള് കാലിയായി. എങ്ങനെ സമയം ഇഷ്ടപ്പെട്ടാ? സൂപ്പർ സാധനം, സൂപ്പർ. എനിക്ക് ശരിക്കും അന്ന് പാരീസിൽ പോയപ്പോൾ എനിക്കിത് ട്രൈ ചെയ്യണമെന്നുണ്ടായി. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ സൂപ്പർ സാധനം. ഞാൻ കുറേ വീഡിയോസിൽ ആൾക്കാർ കഴിച്ച് കഴിയുമ്പോൾ അടിപൊളിയാന്ന് പറയണ കണ്ടിട്ടുണ്ട്. സെയിം ഫീലാട്ടോ. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്കിഷ്ടമായി. ഞാൻ 2 കഴിച്ചു. ഒരെണ്ണം ട്രൈ ചെയ്യാൻ വേണ്ടി ഇരുന്നതാ, പക്ഷെ ഞാൻ 2 ഫുള്ള് കഴിച്ചു. Boca para Nadal. La casa me va. Boca para Nadal. സീ ഫുഡിൻ്റെ ഒരു വലിയ വെറൈറ്റി നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് സ്വിറ്റ്സർലൻഡിൽ കിട്ടാത്തൊരു സംഭവമാണ് ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള സീ ഫുഡ്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ
ഇഷ്ടം പോലെ ഉണ്ട്. നല്ല ഫ്രഷ് സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. മാർക്കറ്റ് നല്ല രസമുണ്ട്, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതേ ഓയിസ്റ്ററാണ് ഈ കാണുന്നത്. ഞാൻ ഓൾറെഡി ട്രൈ ചെയ്തു, നിങ്ങൾ കണ്ടല്ലോ. പിന്നെ ഞണ്ടൊക്കെ ആണെങ്കിൽ നല്ല ജീവനോടെയുള്ള ഞണ്ടുകൾ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. അതും നല്ല വലുപ്പമുണ്ട് കേട്ടോ. അതാണ് എനിക്ക് വലുപ്പമാണ് അവരുടെ. ഇത് നോക്കിയാൽ ഞണ്ടിൻ്റെ കാലൊക്കെയാണ് ഇരിക്കുന്നത്. എന്തൊരു വലുപ്പം നോക്കിയത്. ഇതിന് ജീവനുണ്ട് guys. ഇതിന് ജീവനുണ്ട്. നീരാളി ചീഞ്ഞ ഒരു സ്ഥലമുണ്ടോ? പേടിയാവണം ഈ മീനിനെ കണ്ടിട്ട്. How much? 250. വീഡിയോ എടുക്കാണെങ്കിൽ കുറേ റീൽസിലൊക്കെ നമ്മൾ കാണുന്നൊരു സംഭവമാണ് ഇങ്ങനെ സ്ട്രോബെറി ഇങ്ങനെ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ട്. അത് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ടാണെങ്കിലും. പിന്നെ അമ്മൂനത് വേണമെന്ന് പറഞ്ഞിട്ട് ഈ ഷോപ്പിൽ നിന്ന് നമ്മളിത് വാങ്ങിച്ചു. എനിക്ക് ഏറ്റവും ഇവിടെ ഒരു പ്രസൻറ്റേഷൻ നല്ല ഭംഗിയുണ്ട്. എന്ത് സൂപ്പറായിട്ട് അവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നതെന്ന് കണ്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി, ഭയങ്കര കളർഫുള്ളായിട്ട്. സ്റ്റിക്കല്ല, കുത്തി കുത്തി തിന്നാനും. ഇത് കണ്ടോ, ഇതെല്ലാം പല വെറൈറ്റി സോൾട്ടുകളാണ് കേട്ടോ. എനിക്ക് ഭയങ്കര കളർഫുള്ളായിട്ട് ഇത്രയും സോൾട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. വൈറ്റും ബ്ലാക്കും പിന്നെ നമ്മുടെ ഹിമാലയൻ സോൾട്ടൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും വെറൈറ്റി. പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ചോക്ലേറ്റ്സും കുക്കീസൊക്കെ ആ ഒരു ക്രിസ്മസ് തീമിലാണ് കേട്ടോ ഉള്ളത്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്, നല്ല രസമുണ്ടല്ലേ. ഫുള്ള് ഒരു ക്രിസ്മസ് തീമിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. നാക്ക് നോക്കിയേ. ഗായ്സ് ഇവിടെ ചക്കയുണ്ട് ഗായ്സ്. 5 ചുള ചക്ക ഇവിടെ ഉണ്ട് ഗായ്സ്. 1200 രൂപ അല്ലേ? 5 ചുളക്ക് 1200 രൂപ. ഗായ്സ് ഇവിടെ ചക്കനെ പറയുന്നത് ആ 5 ചുള ചക്ക ഉണ്ടായി. അപ്പോൾ ഞാനൊരു ചക്കപ്രാന്തിയാണ്, അതുകൊണ്ട് പൈസ ചോദിച്ചപ്പോൾ 5 ചുള ചക്കയ്ക്ക് 12 യൂറോ, ഏകദേശം നാട്ടിലത്തെ 1000-ന് മുകളിൽ വരും. വാങ്ങിച്ചില്ല ഗായ്സ്. ഞാൻ മേടിച്ച സാധനങ്ങൾ എല്ലാവരും കൂടെ കൂട്ടി നോക്കിയാൽ ഒരു 20 പൈസ. അതുകൊണ്ട് ഞങ്ങൾ ചക്ക വാങ്ങിയാണ്ട് ഇറങ്ങി കുറേ സാധനങ്ങൾ കഴിച്ചു. സൂപ്പറാണ്, അടിപൊളി സ്ഥലം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബാക്കി ബാർസലോണ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ.